പതിവു രീതികളിൽ നിന്നും വ്യത്യസ്തമായി വേറിട്ട ഒരു വിവാഹം സ്വന്തം മകൾക്ക് നടത്തി മാതൃകയായിരിക്കുകയാണ് കരിമ്പുഴയിലെ ഈ അധ്യാപക ദമ്പതികൾ. കരിമ്പുഴ തോട്ടര കിട്ടത്ത് വീട്ടിൽ ബാലൻ മാസ്റ്ററുടെയും ലക്ഷ്മി ടീച്ചറുടെയും മകൾ അനുവിൻ്റെ വിവാഹമാണ് വർത്തമാനകാല സമൂഹത്തിൽ മാതൃകയാക്കാവുന്ന ചടങ്ങായി മാറിയത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു വിവാഹം. കായംകുളം പുല്ലുകുളങ്ങര മോഹനവിലാസത്തിൽ ഇന്ദിരയുടെയും ജയദേവിൻ്റെയും മകൻ ജയകൃഷ്ണനാണ് വരൻ. കരിമ്പുഴ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹം ഏറെ വ്യത്യസ്തവും ശ്രദ്ധേയവും മാതൃകാപരവുമായിരുന്നു. ജയകൃഷ്ണൻ എന്ന ഞാൻ അനുവിനെ സബ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പാകെ 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കുന്നു. സബ് രജിസ്ട്രാർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വധുവരന്മാർ പ്രതിജ്ഞ ചൊല്ലി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. വിവാഹ രജിസ്ട്രേഷൻ രേഖകളിൽ വധുവരന്മാരും സാക്ഷികളും ഒപ്പിട്ടതും വിവാഹ മണ്ഡപത്തിൽ വച്ചു തന്നെയായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ പാടെ ഒഴിവാക്കിയായിരുന്നു വിവാഹം. മതപരമായ ചടങ്ങുകളും ഒഴിവാക്കി. വിവാഹ ചെലവ് കുറച്ച് അതിലൊരു ഭാഗം ഉപയോഗപ്പെടുത്തി കുലിക്കിലിയാട് യുവചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് 1.5 ലക്ഷം രൂപ വില വരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവയും മറ്റ് ഉപകരണങ്ങളും വാങ്ങി വിവാഹവേദിയിൽ വെച്ച് തന്നെ കൈമാറുകയും ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരാണ് അധ്യാപക ദമ്പതികൾ. താൻ ലളിതമായ ജീവിതമാണ് എന്നും നയിച്ചിട്ടുള്ളതെന്നും തൻ്റെ മൂത്ത മകളുടെ വിവാഹത്തിനും ആർഭാടങ്ങൾ കുറച്ച് ഒരു തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിയിരുന്നതായും ബാലൻ മാസ്റ്റർ പറഞ്ഞു. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യസ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു വിവാഹത്തിന് തയ്യാറായതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വർണത്തിനും പണത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്ന കാലത്ത് സ്വർണത്തിൻ്റെ മൂല്യം മനുഷ്യൻ്റെ ആവശ്യവസ്തുക്കളോളം വരില്ല എന്ന് കാണിച്ചു കൊടുക്കുകയും കൂടിയാണ് സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കി മകളുടെ കല്യാണം നടത്തിയതിലൂടെ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാഗമായിട്ട് മൂത്ത മോളുടെ കല്യാണം വളരെ കുറഞ്ഞ ആളുകളെ വിളിച്ചുകൊണ്ടാണ് നടത്തിയത്. 1 ലക്ഷം രൂപ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടായി. ഇത് രണ്ടാമത്തെ മോളുടെയാണ്. അപ്പോഴും തന്നെ അവർക്ക് ഇങ്ങനെയുള്ളൊരാശയം ഓരോ ക്യാമ്പിൽ നിന്നും നൽകിയിട്ടുണ്ട്. അവർ അതിനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതാണ് സമൂഹത്തിൽ അവർ പ്രകടിപ്പിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിവാഹമാണ് ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി ജാതി മത ചിന്തകൾക്കതീതമായി മനുഷ്യ സ്നേഹം വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഈ സെക്കുലർ മാട്രിമോണിയെ ബന്ധപ്പെടുകയും ഒരു ഉത്തമനായിട്ടുള്ള ഒരു വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. അത് വളരെ ഭംഗിയായിട്ട് നടന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണം മുമ്പ് തന്നെ മുതൽക്ക് ഞങ്ങൾ അധികം ഉപയോഗിക്കാറില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വർണ്ണമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യം. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകളൊക്കെ വിചാരം സ്വർണ്ണമാണ്. പക്ഷെ അതല്ല. നമുക്ക് നല്ല വായു, നല്ല ഭക്ഷണം, നല്ല വെള്ളം, അതിനാണ് നമ്മൾ മൂല്യം കൽപ്പിക്കേണ്ടത്. പക്ഷെ അത് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അത് ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. വർഷങ്ങളായി എല്ലാ മാസവും ഒരു തുക യുവചേതന പാലിയേറ്റീവിന് വേണ്ടി ബാലൻ മാസ്റ്റർ നീക്കിവെക്കാറുണ്ട്. ഇത്തവണ ഓക്സിജൻ സിലിണ്ടറും അനുബന്ധ സാമഗ്രികളും ആവശ്യമാണെന്ന് അറിഞ്ഞപ്പോൾ 1.25 ലക്ഷം രൂപ അതിനായി നീക്കിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പുസ്തക വിൽപ്പന, പ്രദർശനം എന്നിവയും കല്യാണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. ബാലൻ മാസ്റ്ററുടെ ആശയങ്ങൾ തന്നെയാണ് തനിക്ക് ഉള്ളതെന്ന് ലക്ഷ്മി ടീച്ചറും പറഞ്ഞു. സ്വർണത്തിനേക്കാൾ മൂല്യം സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വേദനകൾ അറിയുക എന്നതാണെന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് രാധാകൃഷ്ണൻ മാസ്റ്ററും ഷീജ ടീച്ചറും കാഴ്ചവച്ചിരിക്കുന്നതെന്ന് കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത MLA കെ പ്രേംകുമാർ പറഞ്ഞു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യാൻ തീരുമാനിച്ച വധുവരന്മാർക്കും രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നതായും MLA പറഞ്ഞു. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു വിവാഹം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സ്വർണം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിവാഹം, അതോടൊപ്പം തന്നെ ഒരു വിവാഹം നടത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ചെലവുകളെ ക്രമീകരിച്ചുകൊണ്ട് അത് ഈ സമൂഹത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകുന്ന നിലയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെയും സമീപത്തുള്ള പ്രദേശങ്ങളിലെയും ഒക്കെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പുലുക്കിരിയാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുവചേതനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു നല്ല സന്ദേശം നാടിന് നൽകിക്കൊണ്ടാണ് ഈ വിവാഹം ഇവിടെ നടത്തുന്നത്. ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇത്തരം ഒരു ചടങ്ങ് നടത്താൻ ധീരമായി നേതൃത്വം നൽകിയിട്ടുള്ള വധൂവരന്മാർ, അവരുടെ
രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അഭിവാദ്യവും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്.